എന്താണ് എൻ്റെ പേര്? മഹാറാണി എന്നറിയപ്പെടുന്ന ഇരിക്കട്ടെ ബർത്ത്ഡേ കുറച്ച് തവള നമ്മുടെ അപ്സരയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും എൻ്റെ പേരിലും നമ്മുടെ BB ടീമിൻ്റെ പേരിലും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. പിന്നെ അപ്സരയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്സരയെ ഏറ്റവും ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ബിഗ് ബോസിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അപ്സരയെ പോലെ ഒരുപാട് ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു, ഞാൻ ഇവരോടൊപ്പം എങ്ങനെ ഗെയിം കളിക്കും, എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു ടാസ്ക് എനിക്കുണ്ടായി. ആ ടാസ്കിൽ ഏറ്റവും ആദ്യം ഞാനുമായിട്ട് ഒരു വഴക്കിട്ട ആളാണ് ഈ നിൽക്കുന്ന അപ്സര. എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ദേഷ്യപ്പെട്ടത് അപ്സരയാണ്. ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ടു പോലും ഇല്ല, അതിന് മുന്നേ തന്നെ വഴക്കിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഉണ്ടായിരുന്ന ഒരു 10-15 ദിവസം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദമൊന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഹൗസിൽ വെച്ചിട്ട് തീരെ സൗഹൃദം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പുറത്തു പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനും അപ്സരയുമായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അപ്സര നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ലൊരു മനസ്സിന് ഉടമയാണ്, ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് ആൾക്കാരെ കെയർ ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു കേൾവിക്കാരി കൂടിയാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിൽ അപ്സര ഹൗസ്ഫുള്ളിൽ നന്നായിട്ട് കേട്ടിരിക്കുമായിരുന്നു. ഒരു ആൾക്കാരെ എപ്പോഴും ഒരു ജാനുവൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു കെയറിങ് ഉണ്ടായിരുന്നു അപ്സരയ്ക്ക് എപ്പോഴും. ഓരോരുത്തരുടെ കാര്യത്തിൽ അപ്സരയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനസ്സെപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം അപ്സരയുടെ വലിയൊരു ആഗ്രഹം അപ്സര എൻ്റെ ഇടയ്ക്ക് തുറന്നു പറയുകയുണ്ടായി. അപ്സരയ്ക്ക് ഒരു ചെറിയ കാര്യം മാത്രത്തിൽ ഒരു വിഷയത്തിൽ മാത്രം സങ്കടമുണ്ട്, ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണ് അപ്സരയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് പറഞ്ഞോടാ എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊന്ന് ഒരു അപ്ഡേഷൻ വേണം. ഞാൻ ചോദിച്ചു എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഞാൻ വെച്ച് മൊബൈൽ ഫോൺ ആയിരിക്കും, കുറെ ആൾക്ക് ശേഷം മൊബൈൽ ഫോൺ കൈകിട്ടല്ലേ. അപ്പം എനിക്ക് പറഞ്ഞോടാ അപ്ഡേറ്റ് ചെയ്യേണ്ട ആളെൻ്റെ കൂടെ ഇരിപ്പുണ്ട്, ഞാൻ മടുത്താണ്, ഇതൊന്ന് മാറ്റിയെടുക്കണം. ഞാൻ ചോദിച്ചു ആരാണ്. അപ്പം എനിക്ക് പറഞ്ഞു എടാ ആൽബി ചേട്ടനെ ഞാൻ മടുത്ത്, എന്തായാലും TV ഇറങ്ങിയല്ലേ, ആൽബി ചേട്ടനെ മടുത്തിട്ട് ആൽബി ചേട്ടനെ അപ്ഡേറ്റ് ചെയ്ത് വേറൊരാൾ എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എൻ്റെ പേര്? ഇങ്ങനെ കാരണം ഞാൻ പറഞ്ഞെന്തറിയോ, ഞാൻ അത്യാവശ്യം ഏറിനൊക്കെ താഴെ വന്നു. എൻ്റെ അടുത്ത് നിന്നെ എന്തായാലും ഞാൻ ഏറെ കയറ്റുമെന്ന് പറഞ്ഞു. ഏറെ കയറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അല്ല എനിക്കങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമസ്കാരം. ഞാൻ വന്നപ്പോൾ തന്നെ സംസാരിച്ചാണ് അപ്സരയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്സര